ശ്രീ ജോർജ് ജോസഫ്, ഏതായാലും പാർട്ടി CPIM-ൻ്റെ സംസ്ഥാന സമ്മേളനത്തിൽ നിന്ന് കേരളത്തിൻ്റെ ഭാവിയെ സംബന്ധിച്ച് ഏതൊക്കെ തരത്തിലുള്ള പദ്ധതികൾ വേണം എങ്ങനെ മുന്നോട്ട് പോകണം എന്നൊക്കെ ചിന്തിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. മറുഭാഗത്തിപ്പോൾ മാധ്യമങ്ങൾ കിട്ടുന്ന കുറേയേറെ വിവരങ്ങളുടെ, അത് വസ്തുതയാകാം അവാസ്തവമാകാം, വാർത്തകൾ പലതും അല്ലെങ്കിൽ ആരോപണങ്ങൾ പലതും ഉന്നയിച്ചതൊക്കെ വല്ലാതെ പിൻവലിക്കേണ്ടി വരുന്ന ഒരു പൊതു മാധ്യമ പ്രതിപക്ഷ രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ നിൽക്കുന്നുണ്ട്. അതിലൊക്കെ കിടന്നിങ്ങനെ പൊതു ചർച്ചകൾ അങ്ങനെ പരിമിതപ്പെടുമ്പോൾ നാടുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകൾക്ക്, ആലോചനകൾക്ക് വിധേയപ്പെടുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് വളരെ പ്രധാനപ്പെട്ട നല്ല കാര്യമാണ്. പക്ഷേ അവിടെ ശ്രീ പൊടിപ്പാറയെ പോലെ ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം സൂചിപ്പിച്ച വിമർശനങ്ങളുടെ രീതി താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എന്തുകൊണ്ട് CPIM ഇങ്ങനെ ചിന്തിക്കുന്നു എന്ന് അരുൺകുമാർ പറഞ്ഞതും താങ്കളുടെ മുമ്പിലുണ്ട്. എനിക്കതിൽ തോന്നിയ ഒരു കാര്യം, ഇപ്പോൾ സാമ്പത്തിക പരിഷ്കാരങ്ങൾ ഏറ്റവും അധികം ഇവിടെ ചർച്ചയാകുന്നത് ഈ അസന്തുലിതാവസ്ഥ, അതായത് ശതകോടീശ്വരന്മാരാകുന്നു, രാജ്യത്തിൻ്റെ പൊതുസ്ഥിതിയാണ്, ദാരിദ്ര്യ പട്ടിക വർദ്ധിക്കുന്നു, അതിലുള്ള മനുഷ്യരുടെ എണ്ണം കൂടുന്നു, അത്രയേറെ കോടാനുകൂടി മനുഷ്യന് സൗജന്യ റേഷൻ കൊടുക്കുന്നത് വളരെ അഭിമാനകരമായി പറയേണ്ടി വരുന്നു കേന്ദ്ര സർക്കാരിന്. മൻമോഹൻ സിംഗിൻ്റെ കാലത്തായാലും മോദിയുടെ കാലത്തായാലും സാമ്പത്തിക നയത്തിൽ വരുന്ന പ്രശ്നം ഇങ്ങനെയുണ്ട്, പൊതുമേഖലകൾ വിറ്റഴിക്കുന്ന തുടർച്ച വരുന്നുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ കേരളത്തിലേക്ക് വരുമ്പോൾ ഇവിടെ ഈ ആസ്തി വികസനം എന്ന് പറയുന്നത് കുറേ കൂടി സംസ്ഥാനത്തിൻ്റേതാണ്, നാടിൻ്റേതാണ് എന്നൊരു നില വരുന്നില്ലേ? ഇതിൽ തന്നെ വളരെ പ്രകടമായൊരു അന്തരമില്ലേ? ശ്രീ പൊടിപ്പാറ പറഞ്ഞതുപോലെയാണോ ഇൻ്റർനെറ്റ് ഡിവൈഡ് ഇല്ലാത്തൊരു നാടാകണം എന്ന് ചിന്തിക്കുന്നു? ഏത് സൂചിക എടുത്താലും രാജ്യത്തെ ഒന്നാം സംസ്ഥാനമായി നമ്മൾ ഈ കാലയളവിൽ കേരളം നിൽക്കുന്നു. അപ്പോൾ സ്റ്റേറ്റിൻ്റെ അസറ്റ് വർദ്ധിക്കുന്ന നിലയിലേക്ക് പദ്ധതികൾ ആവിഷ്കരിക്കാം, അല്ലെങ്കിൽ മൂലധന നിക്ഷേപമാകാം. അപ്പോഴും പറയുന്നത് ചരടുകൾ പാടില്ല എന്ന്. മൂലധന നിക്ഷേപം എങ്ങനെയും പോരട്ടെ എന്നല്ലല്ലോ അപ്പോഴും പറയുന്നത്. ചരടുകളില്ലാത്ത നിക്ഷേപം സ്വീകരിക്കും. അതുപോലെ തന്നെ സംസ്ഥാനത്തിൻ്റെ പൊതു താല്പര്യത്തെ ഹനിക്കുന്ന ഒരു പദ്ധതിയും മുന്നോട്ട് കൊണ്ടുപോവില്ല. പക്ഷേ അതിൻ്റെ പേരിൽ സാധാരണക്കാരനും പാവപ്പെട്ടവനും ഒന്നും ബുദ്ധിമുട്ടുന്ന ഒരു നിലപാടും സ്വീകരിക്കില്ല എന്ന് പറയുന്നിടത്താണ് ഞാൻ ചോദിക്കുന്നത്, പുതിയ സാധ്യത തേടുന്നത് അത് നാടിൻ്റെ ആസ്തി വികസനം എന്ന നിലയിലേക്ക് കേരളം മാറുകയും അത് മറ്റ് സംസ്ഥാനങ്ങൾക്കടക്കം കൂടുതൽ മാതൃകാപരം ആവുകയുമാണോ? അതോ ഒരു പ്രത്യയശാസ്ത്രത്തെ തന്നെ കൈയൊഴിഞ്ഞ് ഏതോ വഴിക്ക് പോകുന്നു എന്ന നിലയ്ക്ക് കാണേണ്ടതുണ്ടോ? താങ്കളുടെ നിലപാടെന്താ? ശരത്തെ, ഇതിനകത്ത് ഈ പുതിയ രേഖയിൽ വളരെ പ്രധാനപ്പെട്ട മൗലികമായിട്ടുള്ള ചില കാര്യങ്ങൾ, ചില നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. ഒന്നെന്താണെന്ന് വെച്ചാൽ, ഈ മൂലധന നിക്ഷേപം എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്തേക്ക് കൊണ്ടുവരേണ്ടത് ഈ പുതിയ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ ഒരു അനിവാര്യതയാണ്. അതിനെ നിഷേധിച്ചുകൊണ്ട് അത്തരത്തിലില്ലാതെ ഒരു ഇക്കോണമിക്കും ഒരു സമ്പദ് വ്യവസ്ഥയ്ക്കും മുമ്പോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. ഇവിടെ മൂലധന നിക്ഷേപം എന്ന് പറയുമ്പോൾ വെറുതെ കുറേ ഫണ്ട് വരിക, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ വരിക എന്നുള്ളതല്ല അർത്ഥം. ശരത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഏതെങ്കിലും വിധേന കുറേ പണം വരിക എന്നുള്ളതല്ല. ഈ മൂലധനത്തോടൊപ്പം തന്നെ പല സാധ്യതകളും ഉരുത്തിരിഞ്ഞു വരികയാണ്. ഉദാഹരണത്തിന് ടെക്നോളജി, നൂതന ടെക്നോളജി അടക്കമുള്ള കാര്യങ്ങൾ ഈ മൂലധനത്തോടൊപ്പം നിക്ഷേപത്തിനോടൊപ്പം വരുന്ന അനുബന്ധമായ ഘടകമാണ്. അതായത് ആധുനിക സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് വ്യവസായ ലോകത്തെ സംബന്ധിച്ചിടത്തോളം മൂലധന നിക്ഷേപത്തിൻ്റെ ഒരു സന്തത സഹചാരി എന്നുള്ള രീതിയിൽ നിന്ന് കൈവന്നിരിക്കുകയാണ്. അതുകൊണ്ട് മൂലധന നിക്ഷേപം ഉണ്ടാക്കുന്ന തൊഴിൽ സാധ്യതകൾ, ഇപ്പോൾ ഇതിനകത്ത് തന്നെ 20 ലക്ഷം തൊഴിൽ സാധ്യതകളാണ് എൻവിസേജ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അപ്പോൾ അത് ടെക്നോളജിയിലും തൊഴിൽ സാധ്യതയിലും ഉണ്ടാക്കുന്ന മാറ്റമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമാകാൻ പോകുന്നത്. ഇവിടെ ഞാൻ ഈ പറഞ്ഞ മൂലധന നിക്ഷേപത്തിന് അപ്പുറത്ത് ശരത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇന്നിപ്പോൾ CPIM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ള ആളുകൾ ചൂണ്ടിക്കാണിച്ച നിരീക്ഷണങ്ങൾ കാണുന്ന ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അതെന്താണെന്ന് വെച്ചാൽ, വളരെ ഒരു കാര്യക്ഷമമായിട്ട് തന്നെ നിരീക്ഷിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, സമ്പന്നർക്കും പാവപ്പെട്ടവരെയും ഒരേ രീതിയിൽ കാണേണ്ടതുണ്ടോ? എല്ലാ രീതിയിലും എല്ലാ ആനുകൂല്യങ്ങളും എല്ലാ തലത്തിലേക്കും പങ്കുവയ്ക്കപ്പെടേണ്ടതുണ്ടോ? അത് വളരെ പ്രസക്തമായൊരു ചിന്തയാണ്. ഞാൻ ഒരു ഉദാഹരണം ശരത്തിൻ്റെ മുമ്പാകെ വയ്ക്കുകയാണ്. ബ്രസീലിൽ G20 ഉച്ചകോടി നടക്കുമ്പോൾ ഓക്സ്ഫാമിൻ്റെ ഒരു പഠന റിപ്പോർട്ട് ഈ G20 രാജ്യങ്ങൾക്ക് മുമ്പാകെ വെച്ചിരുന്നു. അവരതിൽ പറഞ്ഞ വളരെ സുപ്രധാനമായൊരു കണ്ടെത്തലെന്ന് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഏറ്റവും സുപ്രധാനമായ കണ്ടെത്തലെന്ന് പറയുന്നത്, ലോകത്തെ അതിസമ്പന്നരായ ആളുകൾ, G20 രാജ്യങ്ങളിൽ താമസിക്കുന്ന അതിസമ്പന്നരായ ആളുകൾ കൊടുക്കുന്ന മൊത്തം നികുതി, അത് എല്ലാ തരത്തിലുള്ള നികുതിയിലൂടെയും അവർ കൊടുക്കുന്ന സ്റ്റേറ്റ് എക്സ്ചക്കറിന് കൊടുക്കുന്ന മൊത്തം നികുതി എന്ന് പറയുന്നത് അവരുടെ വരുമാനത്തിൻ്റെ 0.5%. അതേസമയത്ത്
താഴെത്തട്ടിൽ വരുന്ന 50%, അതിദരിദ്രരും സാധാരണക്കാരും ഉൾപ്പെടുന്ന ആ രാജ്യങ്ങളിൽ അധിവസിക്കുന്ന സാധാരണ ജനവിഭാഗം കൊടുക്കേണ്ടി വരുന്നത് ശരാശരി 20%. അപ്പോൾ അത് കാണിക്കുന്നത്, അതിൻ്റെ ഉദാഹരണം സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ശരത്തും ഞാനും പാവപ്പെട്ട ഒരു തൊഴിലാളിയൊക്കെ പെട്രോൾ പമ്പിൽ ചെന്ന് വാഹനത്തിൽ പെട്രോൾ അടിക്കുമ്പോൾ കൊടുക്കുന്ന എക്സൈസ് ഡ്യൂട്ടിയും തീരുവകളും തന്നെയാണ് അംബാനിയും അദാനിയും പെട്രോൾ അടിക്കുമ്പോഴും കൊടുക്കുന്നത്. അപ്പോൾ അതിനെ വ്യവച്ഛേദിച്ച് കാണാനുള്ളൊരു നീക്കം എന്ന് പറയുന്നത് വളരെ സുപ്രധാനമാണ്. ഇത് ലോകത്ത് പല സാമ്പത്തിക വിദഗ്ധരും പഠന ഏജൻസികൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ അതിസമ്പന്നരെ ടാക്സ് ചെയ്യൂ. എന്നിട്ട് ഓക്സ്ഫാം റിപ്പോർട്ട് പറയുന്നത് ഇങ്ങനെയാണ്, G20 രാജ്യങ്ങളിലെ ഗവൺമെൻറ്റുകളോട് ഓക്സ്ഫാം റിപ്പോർട്ട് പറയുന്നത്, നിങ്ങൾ ഈ 0.5% എന്നുള്ളത് കുറഞ്ഞത് 7% ആക്കി ഉയർത്തണം, അതിസമ്പന്നരുടെ നികുതി വർദ്ധിപ്പിക്കണം. അപ്പോൾ അത്തരത്തിൽ ഒരു ചിന്ത നമ്മുടെ സംസ്ഥാനത്ത് ഉരുത്തിരിയുകയാണ്. വളരെ പ്രധാനപ്പെട്ടൊരു മാറ്റമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. എല്ലാത്തരം ആനുകൂല്യങ്ങളും എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും അതിസമ്പന്നർക്കും ഒക്കെ പോകേണ്ടതുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അത് സമൂഹത്തിൽ എത്തേണ്ട സ്ഥലത്തേക്ക് എത്തേണ്ടിയിരിക്കുന്നു. പിന്നെ ശരത്ത് ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഇപ്പോൾ ആമുഖമായിട്ട് പറഞ്ഞപ്പോൾ സാമ്പത്തിക ഉപരോധം എന്ന വാക്ക് പ്രയോഗിച്ചു കേന്ദ്ര സർക്കാരിൻ്റെ. വാസ്തവത്തിൽ ഈ സാമ്പത്തിക ഉപരോധം എന്ന് പറയുന്ന കാര്യം ഒരു തരത്തിൽ ഉർവശി ശാപം ഉപകാരമായതുപോലെയാണ്. അങ്ങനെ വന്നപ്പോൾ കേന്ദ്രം തരാതിരുന്നാലും നമുക്ക് മുമ്പോട്ട് പോകേണ്ട ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ കീഴ്പ്പെട്ട് മുമ്പോട്ട് പോവുകയില്ല, ഞങ്ങൾ പുതിയ മാർഗങ്ങൾ കണ്ടെത്തി മുമ്പോട്ട് പോകും എന്ന ഒരു വാശി, ഒരു ശക്തമായൊരു തിരിച്ചടിക്കാനുള്ളൊരു വ്യഗ്രത കേരളത്തിനുണ്ടാകുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു സംഗതിയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കേരളം നേരിടുന്ന ഒരു സങ്കീർണമായൊരു പ്രതിസന്ധി ശരത്ത് നമുക്ക് സാമ്പത്തിക രംഗത്ത് ഉണ്ടായിരിക്കുന്നത്, കേരളത്തിൻ്റെ കേരള മോഡൽ വികസനം കൊണ്ട് നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്ന അതിസങ്കീർണമായിട്ടുള്ളൊരു ബോട്ടിൽ നിൽക്കുന്നുണ്ട്. ഒരു പ്രത്യേക കുപ്പിക്കഴുത്തിൽ നമ്മൾ നിൽക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ, നമുക്ക് നമ്മുടെ ആളുകൾ ഒരു മിഡിൽ ക്ലാസ് ലെവലിലേക്ക്, ഒരു ലോവർ മിഡിൽ ക്ലാസ് ലെവലിലേക്ക് അധികം ആളുകളും വരുമ്പോൾ അവിടെ നിന്നൊരു മൈഗ്രേഷൻ, അടുത്ത ലെവലിലേക്കുള്ളൊരു മൈഗ്രേഷൻ സാധ്യമാകാതെ നമുക്ക് പോവുകയാണ്. അതൊരു ബോട്ടിൽ നെക്കാണ്. അതാണ് നമ്മളും വികസിത രാജ്യങ്ങൾ അല്ലെങ്കിൽ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളുമായിട്ട് നമ്മൾ തുലനം ചെയ്യുമ്പോൾ ഈ ഡെഡ് ലോക്കിനെ മറികടക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നൊരു സ്ഥിതിവിശേഷമാണ് നമ്മുടെ പുരോഗതിയെ തടസ്സപ്പെടുത്തി നിർത്തിയത്. ആ ലോവർ മിഡിൽ ക്ലാസ് എന്ന് പറഞ്ഞാൽ അപ്പർ മിഡിൽ ക്ലാസ്സിലല്ല നമ്മുടെ മിഡിൽ ക്ലാസ് എന്ന് ആലോചിക്കണം. ലോവർ മിഡിൽ ക്ലാസ്സിലാണ് നമ്മുടെ മിഡിൽ ക്ലാസ്സിൻ്റെ ഭൂരിപക്ഷവും നിലകൊള്ളുന്നത്. അവർക്കൊരു അടുത്ത ലെവലിലേക്കുള്ളൊരു മൈഗ്രേഷൻ കേരളത്തിൽ അസാധ്യമാകുന്നു. വലിയ വികസനം നമ്മളുണ്ടാക്കി, സാമൂഹ്യ ഇൻഫ്രാസ്ട്രക്ചറിലൊക്കെ നമ്മൾ വലിയ വികസനം ഉണ്ടാക്കി. പക്ഷേ സാമ്പത്തിക രംഗത്ത്, ധനപരമായ രംഗത്ത്, അസറ്റിൻ്റെ കാര്യത്തിൽ, ക്രിയേഷൻ്റെ കാര്യത്തിൽ, സമ്പത്ത് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഈ ഒരു അനിവാര്യമായ ഘട്ടത്തിലേക്ക് നമുക്ക് കടക്കാൻ കഴിയാതെ പോയി. അതാണ് പ്രശ്നം. അതിനെ മറികടക്കാനുള്ള, ആ ബോട്ടിൽ നെക്കിനെ മറികടക്കാനുള്ള ഇനീഷ്യേറ്റീവുകളാണ് ഈ രേഖയിലും ഇതിൻ്റെ ചിന്തയിലും ഒക്കെ കാണുന്നത് എന്നുള്ളത് സുവ്യക്തമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ഈ മൂലധന നിക്ഷേപം എന്ന് പറയുന്നത് നമ്മൾ ആകർഷിക്കേണ്ടത് അനിവാര്യമാണ്. അവിടെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു, ചരടുകൾ ഇല്ലാത്ത അല്ലെങ്കിൽ ചരടുകളുമായി ബന്ധപ്പെട്ട് വരുന്ന മൂലധന നിക്ഷേപമല്ല, പാവപ്പെട്ടവരുടെയും ദരിദ്രരുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കാതിരിക്കുന്ന, അതിന് വിരുദ്ധമായി വരുന്ന, ഇപ്പോൾ കേന്ദ്ര സർക്കാർ മൂലധന നിക്ഷേപത്തെ ആകർഷിക്കുന്നു, നമ്മൾ കണ്ടു. അതായത് എല്ലാം അവർക്ക് തുറന്നിട്ടുകൊണ്ട് മൂലധന ശക്തികൾക്ക് ഇപ്പോൾ ജോലി ചെയ്യുന്നതിനുള്ള സമയം കൂട്ടുക, ശമ്പളം വെട്ടിക്കുറയ്ക്കുക, ആൾ ആത്മഹത്യ ചെയ്താലും കുഴഞ്ഞു വീണ് മരിച്ചാലൊന്നും ഒരു നടപടി ഉണ്ടാകാതിരിക്കുക, അത്തരത്തിലേക്കുള്ള ലേബർ കോഡുകൾ നമ്മുടെ രാജ്യത്ത് വരികയാണ്. അത് നോട്ടിഫൈ ചെയ്യാൻ കഴിയാത്തൊരു സ്ഥിതിവിശേഷം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ കേരളം അവിടെ ഒരു കൃത്യമായൊരു ബദൽ മാർഗം, ഞങ്ങൾ മൂലധനത്തെ ആകർഷിക്കും, ടെക്നോളജിയെ സ്വാംശീകരിക്കും, പക്ഷേ അത് സാധാരണ ജനങ്ങളുടെ നിലവാരത്തെ, അവരുടെ ജീവിത നിലവാരത്തെ അഫക്റ്റ് ചെയ്യുന്ന രീതി, അവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള ദോഷം വരുത്തുന്ന രീതിയിലായിരിക്കില്ല, തൊഴിലാളികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാതിരിക്കുന്നതായിരിക്കില്ല എന്ന് വ്യക്തമായി പറയും. ഈ പറഞ്ഞ കൂട്ടിച്ചേർക്കാവുന്ന എനിക്ക് തോന്നുന്നു, ഈ അടുത്ത കാലത്ത് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്ത ഈ സ്വകാര്യ സർവകലാശാലകളുടെ വരവ്. ഇപ്പോൾ രാജ്യത്തെ ഏത് സംസ്ഥാനത്തും നിർബാധം അവർക്ക് തുടങ്ങാൻ കഴിയുന്ന കേന്ദ്ര നിയമം നിലനിൽക്കെ ഒരു സംസ്ഥാനം, അതും കേരളമാണ്, രാജ്യത്താകെ ആദ്യമായി മാതൃകാപരമായി അതിൽ തന്നെ 40% റിസർവേഷൻ സഹിതം മലയാളിക്ക് അല്ലെങ്കിൽ കേരളീയന് പഠിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം ഉറപ്പാക്കണം. അതിലൂടെ തന്നെ മറ്റൊന്നുകൂടി കാണുന്നത്, നമ്മുടെ പൊതു ഉന്നത വിദ്യാഭ്യാസത്തിന് വളരെ കോമ്പറ്റീറ്റീവായി ഈ സ്വകാര്യ മേഖലയുമായി മത്സരിക്കാൻ കഴിയണം. മുമ്പ് പറഞ്ഞ പോലെ ജോർജ് ജോസഫ് പറഞ്ഞ പോലെ വെല്ലുവിളികൾ വരുമ്പോഴാണ്, അല്ലെങ്കിൽ വലിയ തടസ്സങ്ങൾ വരുമ്പോഴാണ് അതിനെ അതിജീവിക്കാനുള്ളൊരു മനസ്സുണ്ടാകുന്നത്.